ഹായ് ഓൾ. ഇന്ന് ഞാനൊരു പുതിയ ഹെയർ ഡൈ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ഞാൻ പറയാം. ഞാൻ ഇതിന് മുമ്പേ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒത്തിരി റിവ്യൂസും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ പാക്ക് വാങ്ങിച്ചത്. അപ്പം അത് എത്രത്തോളം നമ്മുടെ മുടിക്ക് ഗ്രേ ഹെയർ കവറേജ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ഞാനത് പറയുന്നതാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ച പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ഹെയർ ഡൈ. അവരുടെ ടൈംലെസ് ഹെയർ ടിൻറ്റ് നാച്ചുറൽ ലുക്കിംഗ് ഹെയർ ആൻഡ് ബിയർഡ് കളർ. ആണുങ്ങൾക്ക് താടിയിലും മീശയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ വാങ്ങിയത് നാച്ചുറൽ ബ്ലാക്ക് ആണ്. അതിൻ്റെ നമ്പർ 1.0. അവരെഴുതിയിരിക്കുന്നത് നോ PPD, നോ അമോണിയ, റിസോസിനോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതും ഇതിലില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പാരബൻ ഫ്രീ എന്ന് പറയുന്നുണ്ട്, ക്രൂവൽറ്റി ഫ്രീ എന്ന് പറയുന്നുണ്ട്, വീഗൻ ആണെന്ന് പറയുന്നുണ്ട്, PPD ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, FDCA അപ്രൂവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ പാക്കറ്റ് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. അപ്പം ഇതിന് 200 സംതിങ്ങേ ആയുള്ളൂ. ഇത് എങ്ങനെ ഇരിക്കും എന്നെനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനത് പറയാം. കളർ കെയർ പ്ലസ് കളർ ലോക്ക് സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഇത് ഡെവലപ്പറാണ്, ഇത് അതിൻ്റെ കളറാണ്, കളർ ക്രീമും ഡെവലപ്പറും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യാനുള്ള. ഇതിൻ്റെ വലിയ പാക്കറ്റിലൊക്കെ ഷാമ്പൂ കൂടെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഷാമ്പൂ ഇല്ല, ഇതിൽ കണ്ടീഷണർ മാത്രമാണ് അവർ തരുന്നത്. പിന്നെ ഒരു പെയർ ഓഫ് ഗ്ലൗസും. അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. ഒരിക്കലും സ്റ്റീലിലോ അലുമിനിയത്തിലോ അങ്ങനെയൊന്നും മിക്സ് ചെയ്യരുത്. പ്ലാസ്റ്റിക്കിലോ കണ്ണാടി പോലുള്ള പാത്രങ്ങളിൽ മിക്സ് ചെയ്യാവൂ. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പാസ്റ്റസ് നിർബന്ധമാണ്. ഒന്നി ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കൈയുടെ ഇവിടെ ഉള്ളിലോ കുറച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം 48 hours വരെ അത് വെള്ളം നനയ്ക്കാതിരുന്ന അതിൽ ചൊറിച്ചിലോ വേറെ റെഡ്നെസ്സോ ഒന്നും വന്നില്ലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ലീഫ്ലെറ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലൗസും കൊടുത്തത് കൊണ്ട് നമുക്ക് കയ്യിലൊന്നും ആകാതെ നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ വലിയ പാക്കറ്റിന് വില കൂടുതലാണ്, ചെറിയ പാക്കറ്റിന് അത്ര വലിയ വിലയില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യങ്ങൾ. തല നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് തല കഴുകിയിരിക്കണം. അപ്പോൾ നമ്മുടെ കളർ അതിൽ പിടിക്കുകയും കളർ ഒരുപാട് കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. എണ്ണമയം പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 2-3 കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ അടിക്കുന്ന കളർ ഒരു 2 ആഴ്ച വരെയൊക്കെ എന്തായാലും നിൽക്കും. ഇപ്പോൾ കുറേ നാളെന്ന് വെച്ചാൽ 2 ആഴ്ചയായി. അപ്പോൾ എനിക്ക് ഒരുപാട് ഗ്രേ ഹെയർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഹെയർ ഡൈ അടിക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ മുടിയിലല്ല അടിക്കാനുള്ള, എപ്പോഴും റൂട്ട്സ് നിന്ന് അടിക്കണം. ഇപ്പം മേളിലിരിക്കുന്ന ഭാഗത്ത് മാത്രമല്ല അടിക്കാനുള്ള. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ മുടി വളരുന്ന സ്ഥാനമില്ലേ, ആ റൂട്ട്സ് ഒന്നേ നമ്മൾ അടിച്ചടിച്ച് പോകുമ്പോൾ മാത്രമേ നമുക്ക് നല്ലെണ്ണം കവറേജ് കിട്ടുകയുള്ളൂ. അല്ലാതെ മുടിയുടെ മേളിലെടുത്ത് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഉള്ളിലുള്ള നരയൊന്നും പോകത്തില്ല. എന്തെങ്കിലും ഇറിറ്റേഷനോ സെൻസിറ്റീവ്നെസ്സോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം തന്നെ വാഷ് ചെയ്യുക. ഇത് നമ്മുടെ പുരുകത്തോ അങ്ങനെയൊന്നും എടുത്തിടരുത്, കൺപീലിയിലോ ഒന്നും ഇടരുത്. അത് ഭയങ്കരമായിട്ട് അപകടം ചെയ്യും. ആണുങ്ങൾക്ക് താടിയിലും മീശയിലും ഇടാമെന്നാണ് അവർ പറയുന്നത്. സേഫ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ് അവർ ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് രണ്ടും ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇത് വാങ്ങിച്ചാൽ കുറച്ചൊക്കെ ഇവിടെ ഉള്ളെങ്കിൽ ഈക്വലി ആയിട്ട്, അതായത് ഇതിപ്പം ഇതിലിപ്പം 30 ഗ്രാമാണുള്ളത്, ഇതിലും 30 ഗ്രാമാണുള്ളത്. അപ്പം ഈക്വലാണ് ഇത് രണ്ടും. അപ്പം നിങ്ങൾക്ക് ഇപ്പം ചെറുതായിട്ടൊക്കെ ഇവിടെ ഉള്ളെങ്കിൽ നിങ്ങൾ ഇത് രണ്ടിൻ്റെ ഈക്വൽ പോർഷൻ എടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. ബാക്കി നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതിയാകും. ഇതിപ്പം ഒരു പ്രാവശ്യം എനിക്ക് അടിക്കാൻ ഒന്നും തെളിയുമെന്ന് അറിയില്ല. ഞാനത് മുഴുവൻ യൂസ് ചെയ്യുകയാണ്. ഇവർ ഒരുപാട് ചെറുപ്പക്കാരായുള്ള കുട്ടികൾ ഇവരുടെ തന്നെ ഈ പാരഡൈസിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പല കളറുകളുണ്ട്, 5 കളർ അവർക്ക് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അത് ചെറുപ്പക്കാരായ കുട്ടികൾ നല്ല കളർഫുൾ മുടിയാക്കാൻ വേണ്ടി ഇവരുടെ ഇത് യൂസ് ചെയ്യുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേ ഹെയറിന് എത്രത്തോളം അത് കൊള്ളാം എന്നുള്ളത് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിരുന്നാലും ഞാൻ പറയും. ചില ഹെയർ ഡൈസ് ഒക്കെ നമ്മളെ മുടി ഒരുപാട് ഡ്രൈ ആക്കും. അങ്ങനെയാണെങ്കിൽ അതും ഞാൻ പറയും. ഓക്കെ, അപ്പം ഇനി ഇതെല്ലാം ഇത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചെറിയ വീഡിയോയും കൂടെ കാണിച്ചു തരാം. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഓക്കെ, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. കളർ മാറിയത് കണ്ടോ? കുറേ കൂടെ കളർ മാറിയത് കണ്ടോ? ബ്ലാക്ക് കളർ ആയത്. പിന്നെ ഞാൻ ഈ മിററും കൂടെ വെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഫോണിൽ മാത്രം നോക്കി ചെയ്യാനായിട്ട് നേരെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മിറർ യൂസ് ചെയ്യും. കംപ്ലീറ്റ് ഞാൻ ഡൈ ചെയ്തു. ഇനി 35 to 40 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കണം. കുളിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷാമ്പു ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കുളിക്കാം. കുളിച്ചതിന് ശേഷം അവർ തന്നിരിക്കുന്ന കണ്ടീഷണർ യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ കുളിച്ച് മുടിയെല്ലാം നല്ലോണം ഹെയർ ഡൈ ആയിട്ടുണ്ട്. ഒരു നര പോലും കാണാനില്ല. ഈ അരുവിനൊക്കെ ഉണ്ടാകും, പക്ഷെ ഞാൻ അവിടെ നേരെ തേക്കാത്തതുകൊണ്ടാണ്. കാരണം സ്കിന്നിൽ ഒത്തിരി ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തേച്ചില്ല. പിന്നെ അവരുടെ കണ്ടീഷണർ അത്ര നല്ലതല്ല. കാരണം എന്താ വെച്ചാൽ അത് വലിയ സോഫ്റ്റ്നെസ് ഒന്നും മുടിക്ക് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ളത് തേക്കുന്നതായിരിക്കും ബെറ്റർ. ഷാമ്പു ഞാൻ എൻ്റെത് തന്നെയാണ് തേച്ചത്. ബയോളജിൻ്റെ ഷാമ്പും കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷാമ്പു തന്നെ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അവരുടെ കണ്ടീഷണറാണ് യൂസ് ചെയ്തത്. പക്ഷെ അത് വലിയ സോഫ്റ്റ്നെസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിച്ച് നോക്കാം. അല്ലാതെ എനിക്ക് ഇതിന് മുന്നേ ഞാൻ എപ്പോഴും തേച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത്തിരി വില കൂടുതലാണെങ്കിലും അത് തന്നെ. പക്ഷേ ഇതിൽ റിസോസിനോൾ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ആ കെമിക്കൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരുത്തുന്ന ഒരു കെമിക്കലാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ച് നോക്കിയാണ്. ഹെയർ ഡൈക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണ ഹെയർ ഡൈ പോലെ തന്നെയാണ്. ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി വാഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാം. ആമസോണിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു ആൾ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.